ഷുഗർ പേഷ്യൻറ്റിനും ഇനി മധുരമിട്ട് ചായ കുടിക്കാം എങ്ങനെയെന്നല്ലേ? വായോ വീഡിയോയിലേക്ക്. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചായയാണ് ഷുഗർ പേഷ്യൻറ്റിന് വേണ്ടിയുള്ളൊരു ചായയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഒരു 2-3 ചുക്കും, കഷ്ണം ചുക്കും, 1 ടീസ്പൂൺ ഏലക്ക, ഒരു 2-3 കഷ്ണം പട്ട, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി. ഇനി 1 ടേബിൾ സ്പൂൺ 1-1.5 വരെ എടുക്കാം കുരുമുളക്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണാണ് ശർക്കരയും. അപ്പോൾ ഇത് ചീനച്ചട്ടി വെച്ചിട്ട് ഇത് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ആദ്യം ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഇടിച്ച് പൊടിച്ചിട്ടാണ് ഇതിലോട്ട് ചേർക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചേരുവകളെല്ലാം ഇതിലോട്ട് പൊടിച്ചതാണ്, ചുക്ക് പൊടിച്ചതാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് ചീനച്ചട്ടിയിലൊന്ന് ഇട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടിക്കുന്നത്. അപ്പം കൂടുതൽ കരിയാതെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് ഒരു മസാല ചായയുടെയൊക്കെ ട്രെൻഡാണല്ലേ, ജിഞ്ചർ ടീ, മസാല ടീ. ഇപ്പോൾ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ടീകളൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഈ ശർക്കര ഇടുന്ന ഈ ചായക്ക് നമ്മൾ മസ്റ്റായിട്ടും ഈ മസാല ചേർത്തിരിക്കണം. അപ്പോൾ ഈ ചേർക്കുമ്പോഴാണ് ഈ ചായക്ക് ഒരു ടേസ്റ്റ് വരുന്നത്. അല്ലാതെ ശർക്കര മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല. ഞാൻ മുന്നേ ചെയ്ത ഒരു വീഡിയോയിൽ ഇതേപോലെ ശർക്കരയിട്ടുള്ള ഇഞ്ചിയും ശർക്കരയിട്ട ഒരു ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇഞ്ചിയേക്കാളും ടേസ്റ്റ് ചുക്കാണ്. രണ്ടും ഒന്നാണെങ്കിൽ പോലും ചുക്ക് പൊടിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനേതാ പൊടിച്ചിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്തിനാണ്. കൂടുതൽ പൗഡർ ആക്കരുത്. ഒരു ലൈറ്റായിട്ടുള്ള ഒരു ചെറിയ തരിയായിട്ട് പൊടിച്ച് വെച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴൊക്കെയാണ് ചായ ഇടാൻ തോന്നുന്നത് അപ്പോഴൊക്കെ ചായ ഇടുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ മൺചട്ടി വെച്ചു. മൺചട്ടിയിൽ ചായ ഇടുന്നത് നല്ല ടേസ്റ്റാണ്. നമ്മൾ പാനിലോ ചായപാത്രത്തിലോ ഇടുന്നതിനേക്കാളും മൺചട്ടിയിൽ ചായ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മൺചട്ടിയിൽ ചായ ഇട്ട് നോക്കുക, അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് 1 ടീസ്പൂണ് തേയിലപ്പൊടി ഇട്ടു. ഇനി നമ്മൾ പറയുന്നതായ ശർക്കര 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. 2 ഗ്ലാസ് ചായക്ക്, ഇതിപ്പോൾ 2 ഗ്ലാസ് ചായക്കാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഇട്ടത്. അത് കഴിഞ്ഞ് 1 ടേബിൾ സ്പൂണ് ഇട്ടിട്ട് 1/4 ടീസ്പൂണാണ് മസാലപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂൺ. അതായത് ഇതിപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞ് ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടി ചേർത്തത് കേട്ടോ. ഒരു സാധാരണ സ്പൂണിന് 1/4 ടീസ്പൂൺ മതി. ആദ്യമേ കൂടുതലൊന്നും മസാല ഇട്ട് കളയില്ല. കാരണം നിങ്ങൾ ഫസ്റ്റിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ മസാല കൂടുതലിട്ട് കഴിഞ്ഞാൽ മസാലയുടെ കുത്തലുണ്ടാകും. അപ്പോൾ 1 ഗ്ലാസ് 2 ഗ്ലാസ് ചായക്ക് 1/4 ടീസ്പൂൺ എന്ന കണക്കിന് മസാല ഇട്ടിക്കുക. നല്ലപോലെ തിളപ്പിക്കണം. അപ്പോൾ ഈ ചായ ഇടുമ്പോൾ ഇതിൽ ഈ പൊടിക്കുന്ന മസാലയുടെ കൂടെ തുളസിയിലയും വേണമെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. മണത്തിന് വേണ്ടിയിട്ട് ചിലർ റോസയുടെ ഇതളുകൾ ഇതുപോലെ വറുത്ത് പൊടിച്ച് ചേർക്കാറുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ റോസാപ്പൂവ് പൊടിച്ച് ചേർക്കുന്നുണ്ട് മണത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. മണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അതങ്ങനെ പൊടിച്ച് ചേർക്കും. തുളസി ഇല ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മൺചട്ടിയിലാകുമ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും ഇത് പൊങ്ങി കളയുന്നത്. ഓഫ് ചെയ്ത് വെച്ചാൽ പോലും അത് കുറച്ച് സമയം ഇരുന്ന് വീണ്ടും അത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പ്രത്യേകിച്ചും ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഈ ചായയാണ് ശർക്കര ഇടുമ്പോൾ എന്തെങ്കിലും ഒരു മസാല ഇതിൽ കൂടിയത് ഇട്ടേ പറ്റൂ കേട്ടോ. കാരണം എങ്കിലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഒന്നുകിൽ ചുക്ക് പൊടിയോ അല്ലെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ പട്ടയുടെ ഒരു കഷ്ണം തുണ്ടോ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞിരുന്നാൽ ഈ ചായക്ക് ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ശർക്കര മാത്രം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകണമെന്നില്ല. മസാല എപ്പോഴും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇത് ഷുഗർ പേഷ്യൻ്റ് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാം. ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ 10 ദിവസം ഈ ചായ കുടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും പിന്നീട് നമ്മൾ പഞ്ചസാര ഇട്ട് കുടിക്കാൻ നോക്കി കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് കുടിച്ച് ശീലമായവർക്ക് വീണ്ടും ഈ ചായ തന്നെ കുടിക്കാൻ തോന്നും. നിങ്ങൾ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.